ഈ അടുത്ത ഘട്ടം സ്ഥാനാർത്ഥി നിർണയമാണല്ലോ സ്വാഭാവികമായിട്ട്. താങ്കൾ ദീർഘകാലമായി ജനറൽ സെക്രട്ടറിയാണ്. ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പോകണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. ജയസാധ്യത മാത്രം പരിഗണിക്കുമ്പോൾ ഒരു വച്ചുമാറൽ സാധ്യതകളൊക്കെ ഈ മണ്ഡലങ്ങളിലൊക്കെ ഇല്ലേ? സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് മാറ്റവും എല്ലാ കാര്യങ്ങളും ജയസാധ്യത കണക്കിലെടുത്ത് അത് എല്ലാ പാർട്ടികളും സഹകരിക്കുക എന്ന ഒരു ചിന്ത UDF-ലുണ്ട്, ഒരു തീരുമാനമുണ്ട്. പല നേതാക്കന്മാർ ഇപ്പോൾ ഈ അനുഭവ സമ്പത്തിൻ്റെ കാര്യം പറയുമ്പോൾ PK ബഷീർ, ഷംസുദ്ദീൻ, മഞ്ഞളാംകുഴി അലി, KPA മജീദ്, NA നെല്ലിക്കുന്ന്, PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ, പല നേതാക്കന്മാരും 3 ടേം കഴിഞ്ഞവരാണ്. അല്ലെങ്കിൽ നിയമസഭയിലേക്ക് മത്സരിക്കൽ മാത്രമാണ് പൊളിറ്റിക്സിൽ ഒരു അവസരം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത്തവണ കുറച്ചധികം സീറ്റുകൾ കൂടി കൊടുത്ത് ഒരു എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നിലപാടുണ്ടായിരിക്കും. ജയിക്കാവുന്ന മണ്ഡലങ്ങൾ പരസ്പരം മാറുകയോ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ അത്തരം അഭിപ്രായങ്ങൾ മുന്നോട്ട് വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ സീറ്റുകൾ ഉണ്ടാക്കാൻ കഴിയും. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ സീറ്റ് വളരെ ഉറച്ച സീറ്റാണ്, വേങ്ങര. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് മലപ്പുറത്തേക്ക് കുറച്ചുകൂടി സുരക്ഷിത മണ്ഡലത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അത്തരം ചർച്ചകളൊക്കെ തുടങ്ങി കഴിഞ്ഞു. 40,000-45,000 വോട്ടിന് ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ സുരക്ഷിതത്വത്തിന് കുറവൊന്നുമില്ല. UDF അധികാരത്തിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കുമെന്നും മാറാട് കലാപം പോലുള്ള വലിയ കലാപങ്ങൾ ആവർത്തിക്കുമെന്നാണ് ചാനലുകളിലാണ് ഞാനും കേൾക്കുന്നത്. എത്രത്തോളം ശരി സംസ്ഥാന ജനറൽ സെക്രട്ടറി കേൾക്കാതിരിക്കാൻ സാധ്യത കുറവാണ്. കേട്ടു, നിങ്ങളൊക്കെ പറയുന്നത് കേട്ടു. സ്വാഭാവികമായിട്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പ്രകാരം ലീഗിന് അർഹതയുണ്ട്. അത് ഇത്തവണ കിട്ടുമോ ലീഗിന്? എല്ലായിടത്തും മുസ്ലിം ലീഗ് എന്താണ് എന്ന് മുസ്ലിം ലീഗ് കാണിച്ചു കൊടുത്തു. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ, അത് സംസ്ഥയിലുള്ള പ്രവർത്തകരുണ്ടാവും, മുജാഹിദിലുള്ള പ്രവർത്തകരുണ്ടാവും. എല്ലാ മതസംഘടനക്കാരും മുസ്ലിം ലീഗിൽ ഒരുമിച്ച് നിൽക്കുക. വിള്ളലുണ്ടാവുക എന്ന് പറയുന്നത് സമസ്തയുടെ വിള്ളലാണ്. സമസ്തയുടെ വോട്ട് ബാങ്കിൽ ഉണ്ടാകുന്ന ഒരു വിള്ളലാണ് പ്രധാനമായിട്ട്. വർഗീയത മാത്രം പറയാനേ പറ്റൂ എന്നുള്ളിടത്തേക്ക് എത്തിയില്ല. താങ്കളെ മാറ്റണമെന്നൊക്കെ സമസ്തയുടെ ഒരു വിഭാഗം പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു. താങ്കൾ എവിടെയും മത്സരിച്ചാലും അത്തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. EMS-ഉം AKGയും കൃഷ്ണപിള്ളയൊക്കെ നയിച്ചൊരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ജനകീയ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സമീപിക്കാൻ സാധിക്കുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളിലേക്ക് മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ കടന്നു കഴിഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമാണ് എനിക്കൊപ്പം. നമസ്കാരം. നമസ്കാരം. ലീഗ് ചർച്ചകളൊക്കെ തുടങ്ങി കഴിഞ്ഞോ? തീർച്ചയായും ഞങ്ങൾ പാർട്ടിയിലുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ തലങ്ങളിൽ. തെരഞ്ഞെടുപ്പിന് നേരത്തെ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ എന്ന പോലെ തന്നെ കൂടുതൽ ശക്തമായി തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളിലേക്ക് പാർട്ടി കടന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ SIR-ൻ്റെ പ്രവർത്തനങ്ങളുമായി ഫീൽഡിലുണ്ട്. അതും വോട്ടർമാരെ കാണുകയും ജനസമ്പർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുഖ്യ പണി. അതിൽ നിന്ന് അർഹരായ വോട്ടർമാർ തള്ളപ്പെടാതിരിക്കാനും അനർഹരായ ആളുകൾ കയറിക്കൂടാതിരിക്കാനുമുള്ള ശക്തമായ ശ്രദ്ധ പാർട്ടിയുടെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മലപ്പുറത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ്. പ്രതിപക്ഷമില്ലാത്ത തരത്തിൽ മലപ്പുറത്ത് വിജയമുണ്ടാക്കി. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായൊരു വിജയം ഉണ്ടാക്കാനുള്ള ഒരു ആഗ്രഹം, അതായത് ഒരു സീറ്റ് മുഴുവൻ കിട്ടണമെന്നൊരു ആഗ്രഹത്തോടു കൂടിയായിരിക്കും ലീഗ് മത്സരിക്കുന്നുണ്ടായിരിക്കുക. തീർച്ചയായും അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടല്ലോ. കണക്കുകൾ മുഴുവൻ പറയുന്നതാണ്. ഒരു മാറ്റമില്ല. നിയമസഭ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിയമസഭയിലും പ്രതിഫലിക്കും. മലപ്പുറം ജില്ലയിൽ നിന്ന് ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് പോലും ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. മലപ്പുറം ജില്ല മാത്രമല്ല, കോഴിക്കോട് ജില്ല നിൽക്കാറിനൂടെ 45 കൊല്ലമായിട്ട് കോഴിക്കോട് LDF-ൻ്റെ കൈവശമുള്ള ജില്ലാ പഞ്ചായത്താണ് UDF പിടിച്ചെടുത്തത്. അത്രത്തോളം വലിയ വിജയം അവിടെ ഉണ്ടാക്കി. കോഴിക്കോട് കോർപ്പറേഷൻ 50 കൊല്ലമായതിൻ്റെ കയ്യിലാണ്. ഇത്രത്തോളം വലിയ വിജയം അവിടെ UDF-ന് ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എണ്ണത്തിൽ വലിയ മാറ്റം വന്നു. കുറച്ചുകൂടി ശ്രദ്ധ ഞങ്ങൾ ചെലുത്തിയിരുന്നെങ്കിൽ കോർപ്പറേഷനും വീഴുമായിരുന്നു. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ആത്മവിശ്വാസം മാത്രം പോരല്ലോ, നിയമസഭയിലേക്ക് വരുമ്പോൾ വോട്ടിംഗ് പാറ്റേണൊക്കെ മാറും. അപ്പോൾ കഴിഞ്ഞ തവണ എന്നല്ല, സ്ഥിരമായി ലീഗിന് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ തിരുവമ്പാടി ലീഗിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്, പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ലീഗിന് കിട്ടാറില്ല. ഗുരുവായൂർ മണ്ഡലം ലീഗ് ജയിച്ചിട്ടുണ്ട്, പക്ഷേ കുറച്ചു കാലമായി കിട്ടാറില്ല. തവനൂർ കോൺഗ്രസിൻ്റെ കയ്യിലാണ്, ലീഗ് കോൺഗ്രസിന് ആ സീറ്റ് കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ ജയസാധ്യത മാത്രം പരിഗണിക്കുമ്പോൾ ഒരു വച്ചുമാറൽ സാധ്യതകളൊക്കെ ഈ മണ്ഡലങ്ങളിലൊക്കെ ഇല്ലേ? UDF-ൻ്റെ ഇത്തവണത്തെ നയം, മുസ്ലിം ലീഗിന് മാത്രമല്ല, UDF-ൻ്റെ നയം പരമാവധി സീറ്റുകൾ നിയമസഭയിൽ ഉണ്ടാക്കുക എന്നതാണ്. ആ നയത്തിനനുസൃതമായ ചർച്ചകളിലേക്ക് എല്ലാ പാർട്ടികളും കടക്കും. കോൺഗ്രസും കടക്കും, മുസ്ലിം ലീഗും കടക്കും, മറ്റ് ഘടകകക്ഷികളൊക്കെ കടക്കും. അങ്ങനെയുള്ള ചർച്ചകൾക്കിടയിൽ ഏതാണ് നല്ലത് എന്ന് നോക്കിയിട്ട് അതിലാർക്കും പിടിവാശിയില്ല. UDF-ന് ജയിക്കാൻ കഴിയണം. അതിന് ഏതാണ് നല്ലത് എന്ന് നോക്കിയിട്ടുള്ളൊരു തീരുമാനം UDF-ൽ ഘടകകക്ഷികൾ സ്വീകരിക്കും. അങ്ങനെ സ്വീകരിക്കണം എന്നതാണ് UDF എടുത്തിട്ടുള്ള തീരുമാനം. ജയസാധ്യത കണക്കാക്കി വെച്ചുമാറൽ ഉൾപ്പെടെ എല്ലാം ജയസാധ്യത കണക്കിലെടുത്ത് എല്ലാം സ്ഥാനാർത്ഥി നിർണയവും
സീറ്റ് മാറ്റവും എല്ലാ കാര്യങ്ങളും ജയസാധ്യത കണക്കിലെടുത്ത് അത് എല്ലാ പാർട്ടികളും സഹകരിക്കുക എന്ന ഒരു ചിന്ത UDFിലുണ്ട്, ഒരു തീരുമാനമുണ്ട്. അതിനനുസൃതമായിരിക്കും ഈ സീറ്റ് വിഭജന ചർച്ചകളും സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ മുന്നോട്ട് പോവുക. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുന്നമംഗലം സീറ്റ് കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ ലീഗിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ച് ലീഗ് ചെയ്തൊരു വിട്ടുവീഴ്ച തന്നെയാണ്. സമാനമായി തിരുവമ്പാടി സീറ്റ് ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ വരുമ്പോഴേക്കും ഇവിടെ പരാജയം സംഭവിക്കുന്നുണ്ട്. ഗുരുവായൂർ സീറ്റ്. അപ്പോൾ ഇതൊക്കെ കോൺഗ്രസ്സിന് കൊടുത്ത് കോൺഗ്രസ് സ്ഥിരമായി പരാജയപ്പെടുന്ന ചില സീറ്റുണ്ട്, പട്ടാമ്പി സീറ്റുണ്ട്, തവനൂർ സീറ്റുണ്ട്. ഇതൊക്കെ ഒന്ന് പരസ്പരം വെച്ച് മാറിയാൽ ചിലപ്പോൾ ആ ഇക്വേഷൻസിലൊക്കെ ഒരു മാറ്റം വരും. നമുക്ക് ഈ പറഞ്ഞ മലപ്പുറത്തുണ്ടാക്കിയതുപോലെ ഒരു ഫുൾ സീറ്റിലേക്ക് പോകാൻ പറ്റും. അല്ല, UDFിന് പരമാവധി സീറ്റുകൾ കേരള നിയമസഭയിൽ ഉണ്ടാക്കുക. അത് മലപ്പുറത്തും കോഴിക്കോടും മാത്രമല്ല, കേരളത്തിൽ എല്ലായിടത്തും അത്തരം നിലപാടെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചർച്ചകളിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ മണ്ഡലങ്ങളൊക്കെ ചർച്ചകളിൽ വരും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഗുരുവായൂരൊക്കെ വരും, ചർച്ചകളിൽ വന്നേക്കാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാണ്. പിന്നെ നിയമസഭാ മണ്ഡലങ്ങളുടെ ഡീലിമിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗിൻ്റെ UDF സ്ഥാനാർത്ഥികൾ വിജയിക്കാതെ പോകുന്നത്. ഡീലിമിറ്റേഷൻ വലിയ ഒരു ബാധ്യത UDFിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും. ഏതാണ് അതിലാർക്കും പിടിവാശി ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ജയിക്കാവുന്ന മണ്ഡലങ്ങൾ പരസ്പരം മാറുകയോ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലൊക്കെ അത്തരം അഭിപ്രായങ്ങൾ മുന്നോട്ട് വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ സീറ്റുകൾ ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ ആദ്യഘട്ടം എന്ന് പറയുന്നത് ഈ സീറ്റ് നിർണ്ണയമാണല്ലോ മുന്നണികൾ തമ്മിലുള്ള. അത് ഈ മാസം 10-ാം തീയതി എന്ന് VD സതീശൻ പറഞ്ഞിരുന്നു. അതിലേക്ക് എത്തിയിരുന്നു. ജനുവരി 15-ന് മുമ്പ് തീർക്കാം എന്നായിരുന്നു UDFിൻ്റെ തീരുമാനം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വിദേശത്താണ്, പര്യടനവുമായി പോയതാണ്. ഇന്നോ നാളെ തിരിച്ചെത്തി കഴിഞ്ഞാൽ ആ ചർച്ചകൾ ദ്രുതഗതിയിൽ ആരംഭിക്കും എന്നാണ്. ഉഭയകക്ഷി ചർച്ചകളായിരിക്കും ആദ്യം നടക്കുക. അതിന് ഉഭയകക്ഷി ചർച്ച നടക്കണമെങ്കിൽ ഇപ്പോൾ മുന്നണി വിപുലീകരണത്തിൻ്റെ സാധ്യത VD സതീശൻ തുറന്നിടുന്നുണ്ട്. അതായത് മുന്നണിയിലേക്ക് ചില കക്ഷികളല്ലെങ്കിൽ കൂടി പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള നേതാക്കന്മാർ വരുന്നു, കക്ഷികൾ വരുന്നു എന്നുള്ളതൊക്കെയാണ്. ഇപ്പോൾ ലീഗ് അങ്ങനെ ഒരു ഇനീഷ്യേറ്റ് ചെയ്തിട്ട് മുന്നണിയിൽ രണ്ടാം കക്ഷി എന്ന രീതിയിൽ മലബാറിലൊക്കെ മുന്നണി നയിക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ അങ്ങനെ ലീഗ് ഒരു ഇനീഷ്യേറ്റ് ചെയ്ത് ആരെങ്കിലും കൊണ്ടുവരാനുള്ള നീക്കമുണ്ട്? അല്ല, ഏതെങ്കിലും പാർട്ടിയുടെ മുൻകൈ എടുത്ത് അവരുടെ ഇനീഷ്യേറ്റീവിൽ അവരുടെ നേതൃത്വത്തിൽ കൊണ്ടുവരിക എന്നില്ല. UDFിലെ പ്രധാനപ്പെട്ട നേതാക്കളും കക്ഷികളും ആലോചിച്ചിട്ടാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുക. എല്ലാവരും കൂടി ഒരുമിച്ച് അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ ഒരുമിച്ചായിരിക്കും. പക്ഷേ ലീഗിന് ചില താല്പര്യം. ഇപ്പോൾ കേരള കോൺഗ്രസ് വന്നാൽ ഇത്തവണ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ടുകളൊക്കെ അല്ലാതെ തന്നെ UDFിന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇടുക്കിയിലും കോട്ടയത്തും എറണാകുളത്തൊക്കെ നോക്കിയാൽ. പക്ഷേ കേരള കോൺഗ്രസ് വന്നാൽ കുറച്ചുകൂടി ഗുണം ചെയ്യുമെന്ന് തോന്നുന്നില്ലേ? അല്ല, ഞങ്ങളുടെ നയം അതാണല്ലോ. UDFിൻ്റെ ആശയങ്ങളുമായി യോജിക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തി UDFിൻ്റെ അടിത്തറ വിപുലീകരിക്കണം എന്നത് മുസ്ലിം ലീഗ് പറയുന്നു, UDFും പറഞ്ഞിട്ടുണ്ട്. UDFിൻ്റെ പ്രമേയം തന്നെ ഒരു ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല, അത് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ കഴിയല്ലോ. ഏതായിരുന്നാലും അത്തരം കാര്യങ്ങൾ UDFിൻ്റെ ശ്രദ്ധയിലുണ്ട്. ഈ അടുത്ത ഘട്ടം സ്ഥാനാർത്ഥി നിർണ്ണയമാണല്ലോ. സ്വാഭാവികമായിട്ട് താങ്കൾ ദീർഘകാലമായി ജനറൽ സെക്രട്ടറിയാണ്. ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പോകണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം? ജനറൽ സെക്രട്ടറിയായി തുടർന്നുകൊണ്ട് മത്സരിക്കാമല്ലോ. കഴിയില്ല. ഇല്ല, മത്സരിക്കുന്നുണ്ടെങ്കിൽ ജനറൽ സെക്രട്ടറി നിന്ന് മാറിയേണ്ടി വരും. മത്സരിക്കാൻ സന്നദ്ധനായി നിൽക്കുകയാണ് ശരിക്കും. അല്ല, അതൊക്കെ പാർട്ടിയുടെ തീരുമാനത്തിനനുസരിച്ചല്ലേ പോകാൻ പറ്റൂ. അതെ, പാർട്ടി മത്സരിക്കാൻ പറയുന്നു, സ്വാഭാവികമായിട്ട് മത്സരരംഗത്തുണ്ടാവും. പാർട്ടി പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? ഇപ്പോൾ താങ്കൾ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ മുമ്പ് INL MLA ആയിരുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നു മത്സരിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതാണ് ഒരു അവസരം ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയൊന്നുമില്ല, അവസരങ്ങൾ ഇനിയും വരും. അല്ലെങ്കിൽ നിയമസഭയിലേക്ക് മത്സരിക്കൽ മാത്രമാണ് പൊളിറ്റിക്സിൽ ഒരു അവസരം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനും നല്ലൊരു സ്ഥാനത്താണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും. പക്ഷേ മത്സരിക്കുകയാണെങ്കിൽ ഇത് വലിയ ഉത്തരവാദിത്വമാണല്ലോ, അത് മാറി നിൽക്കേണ്ടി വരും. തീർച്ചയായിട്ടും കഴിയില്ല. ഏതായാലും പാർട്ടി എന്താ പറയുന്നത് അതിനനുസരിച്ചാണ് വ്യക്തിപരമായി എൻ്റെ തീരുമാനം വരിക. അധികം സമയമില്ല, അതുകൊണ്ട് അതെ, ഏകദേശം ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടാവും. ഇല്ല, അത് പാർട്ടി പറയണം. അപ്പോൾ സീറ്റ് വിഭജനമൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷമേ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് പാർട്ടി കടക്കൂ. ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ മത്സരരംഗത്തുണ്ടാവും എന്നുള്ളതൊക്കെ നേരത്തെ കൂട്ടി തീരുമാനിക്കുമല്ലോ. PK കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ആളുകൾ. ഇപ്പോൾ താങ്കളാണെങ്കിലും പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടോ ആരൊക്കെ മത്സരിക്കണം എന്നുള്ള കാര്യത്തിൽ? അതല്ല, പാർട്ടി പൊതുവെ തീരുമാനമെത്തിയിട്ടില്ല. ആലോചിച്ചിട്ടുള്ളത് അനുഭവ സമ്പത്തുള്ള ആളുകൾ വേണം. അതോടൊപ്പം പുതുമുഖങ്ങൾക്ക് അവസരം നൽകണം, നന്നായി അവസരം നൽകണം. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും മത്സരിപ്പിച്ച് ആണ് മുസ്ലിം ലീഗ്. അതുപോലെ പുതുമുഖങ്ങൾക്ക്, യുവജനങ്ങൾക്ക് ഒക്കെ നല്ല പ്രാതിനിധ്യം നൽകി പാർലമെൻ്ററി പാർട്ടി
പുതിയ ഒരു മുഖച്ഛായയോടുകൂടി വരണം എന്നാഗ്രഹിക്കുന്നു. അവരെ ലീഡ് ചെയ്യാൻ പരിചയസമ്പന്നരായ ആളുകളും ഉണ്ടാകണം എന്ന് പാർട്ടി ഈ ആഗ്രഹിക്കുന്നു. അനുഭവ സമ്പത്ത് എന്ന് പറയുമ്പോൾ 3 തവണ ടേം വ്യവസ്ഥ നിർബന്ധമാക്കിയിരുന്നു കഴിഞ്ഞ വർഷം. ഈ ടേം വ്യവസ്ഥ ഇപ്രാവശ്യം പഞ്ചായത്തിലും നിർബന്ധമാക്കി, നിയമസഭയിലും ഉണ്ടായിരുന്നു? ഇല്ല, നിയമസഭയിൽ ടേം വ്യവസ്ഥ ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവില്ല. അത് പറയാൻ കഴിയില്ല. അതേസമയം തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. അല്ല, ഇത്തവണ പ്രത്യേകിച്ച് ചോദിക്കാനുള്ള കാരണം പല നേതാക്കന്മാർ ഇപ്പോൾ ഈ അനുഭവ സമ്പത്തിൻ്റെ കാര്യം പറയുമ്പോൾ പി കെ ബഷീർ, ഷംസുദ്ദീൻ, മഞ്ഞളാംകുഴി അലി, കെ പി എ മജീദ്, എൻ എ നെല്ലിക്കുന്ന്, പി കെ കുഞ്ഞാലിക്കുട്ടി, എം കെ മുനീർ, പല നേതാക്കന്മാരും 3 ടേം കഴിഞ്ഞവരാണ്. അപ്പോൾ ആ ടേം വ്യവസ്ഥ നടപ്പാക്കിയൊരു പക്ഷേ തങ്ങൾ പറഞ്ഞ പോലെ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളുണ്ടാവില്ല. അല്ല, അതിൽ ആ ചർച്ചയിലേക്ക് ടേം വ്യവസ്ഥ വേണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിഗണന കൊടുക്കണോ എന്നൊക്കെ പാർട്ടി സംബന്ധിച്ച് കൂടിയിരുന്ന് ആലോചിക്കും. അതിപ്പോൾ കോൺഗ്രസുമായുള്ള സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായതിനു ശേഷം മാത്രമേ പാർട്ടിയുടെ ഇന്നർ കാര്യങ്ങളിലേക്ക് കടക്കുള്ളൂ. ഈ ഇളവ് കൊടുക്കുകയാണെങ്കിൽ പി കെ ബഷീറിനും ഷംസുദ്ദീനും മഞ്ഞളാംകുഴി അലി അങ്ങനെ വളരെ എണ്ണം പരിമിതപ്പെടുത്തുമായിരിക്കും. അല്ല, അത് കൊടുക്കണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ആർക്കൊക്കെ കൊടുക്കണമെന്നും പാർട്ടി തീരുമാനിക്കും, തങ്ങൾ പ്രഖ്യാപിക്കും, അത്രയേ ഉള്ളൂ. ഈ യുവ സാന്നിധ്യം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ 3 സീറ്റുകളാണ്. അതിൽ തന്നെ യൂത്ത് ലീഗിൻ്റെ മാത്രം കെയർ ഓഫിൽ കിട്ടിയത് എനിക്ക് തോന്നുന്നു 2 പേർക്കാണ്. ഒന്ന് നജീബ് കാന്തപുരത്തിനും പി കെ ഫിറോസിനും. ഇത്തവണ കുറച്ചധികം സീറ്റുകൾ കൂടി കൊടുത്ത് ഒരു എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നിലപാടുണ്ടായിരിക്കും. പരിശോധിക്കുന്നുണ്ട് പാർട്ടി. ഞാൻ പറഞ്ഞല്ലോ, പുതുമുഖങ്ങൾക്ക് പിന്നെ കൂടുതൽ അവസരം കൊടുക്കണം എന്ന് പാർട്ടിക്കകത്ത് ചിന്തയുണ്ട്. തീർച്ചയായിട്ടും പാർട്ടിയുടെ ഉള്ളിലെ കാര്യമാണ്. പക്ഷെ ഞങ്ങൾ പുറത്ത് നോക്കുമ്പോൾ യുവനിര കുറച്ചധികം ഇങ്ങനെ പുര നിറഞ്ഞു നിൽക്കുകയെന്ന് പറഞ്ഞ പോലെ പാർട്ടിക്കുള്ളിലുണ്ട്. ഇപ്പോൾ ഫൈസൽ ബാബു, മുജീബ് കാടേരി, ടി പി അഷറഫ് അലി, പി കെ നവാസ്, പി കെ ഫിറോസ്, എണ്ണം പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ പേരുകൾ ഒരുപാട് പറയാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പേരുകൾ വരുമ്പോൾ ഇതിൽ ആർക്കൊക്കെ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ എണ്ണം കൃത്യമായി 3-ൽ നിജപ്പെടുത്തില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? അല്ല, അതിലേക്ക് ചർച്ച പോയിട്ടില്ലല്ലോ. തീരുമാനം എടുക്കാതെ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയും. ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ കുറച്ചധികം സീറ്റുകൾ ഇപ്പോൾ കഴിഞ്ഞ തവണ കൊടുത്തത് പോരാ, കുറച്ചധികം സീറ്റ് കൊടുക്കണം എന്ന് തോന്നുന്നില്ലേ? തീർച്ചയായും യുവജനങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കണം. എല്ലാ പാർട്ടികളും അങ്ങനെയാണ്, കോൺഗ്രസും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യുവജനങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഇത്തവണ ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഒരു 100-ൽ 100 സീറ്റുകൾ കിട്ടുക, 100% സീറ്റുകൾ കിട്ടുക എന്ന് പറയുമ്പോൾ തവനൂർ, താനൂർ സീറ്റുകളാണ് പ്രധാനമായി നഷ്ടപ്പെട്ട സീറ്റുകൾ. നിലമ്പൂർ ഇപ്പോൾ പി വി അൻവർ തിരിച്ചു വന്നതോട് കിട്ടി. ഈ പൊന്നാനി, ഈ തവനൂരും താനൂർ, ഈ പൊന്നാനി, ഇതിൽ എന്ത് നീക്കുപോക്കാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്? കാരണം 100% സീറ്റ് പ്രതീക്ഷിക്കുകയാണെങ്കിൽ താനൂർ പിടിച്ചെടുക്കേണ്ട സ്ഥലമാണ്. അബ്ദുറഹിമാനെ പോലെ ഒരാൾ കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടി ജയിക്കുന്നു എന്നാണ് അവിടെ അടക്കം പറച്ചിലുള്ളത്. തവനൂരും സമാനമായി ലീഗുകാരാണ് ജലീലിനെ ജയിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലീഗ് വോട്ട് പൂർണ്ണമായും കിട്ടണം തവനൂരിൽ, ലീഗ് അവിടെ UDF ജയിക്കണമെങ്കിൽ. താനൂരിലാണെങ്കിൽ കോൺഗ്രസ് വോട്ടുകൾ പൂർണ്ണമായി കിട്ടണം എന്ന് പറഞ്ഞാൽ മുന്നണിക്കകത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കണം എന്നുള്ളതാണ്. തീർച്ചയായും മുന്നണി ഓരോ ദൂരം ചിന്തിക്കേണ്ടതാണ്. ലീഗായിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും ഒക്കെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വെച്ച് ഈ 3 മണ്ഡലങ്ങളിലും UDF ആണ് മുന്നിൽ. പക്ഷേ നിർമ്മരുതൂരും പൊന്മണ്ടും ഒക്കെ 2 പഞ്ചായത്തല്ലല്ലോ, അല്ലെങ്കിൽ 1 പഞ്ചായത്തല്ലല്ലോ ഒരു മണ്ഡലം. അപ്പോൾ മറ്റു മണ്ഡലങ്ങൾ മറ്റു പഞ്ചായത്തുകളുടെ ഭൂരിപക്ഷം കൂട്ടുമ്പോൾ ഞങ്ങൾ മുന്നിലാണ് 3 നിലക്കും. അപ്പോൾ ആ വോട്ടുകൾ നിലനിർത്തുക, കൂടുതൽ വോട്ട് ഉണ്ടാക്കുക. അതിന് പാർട്ടിക്കുള്ളിലെ അല്ലെങ്കിൽ പാർട്ടികൾ തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ടെങ്കിൽ അത് പൂർണ്ണമായും പരിഹരിക്കാൻ ഉതകുന്ന തീരുമാനം മുന്നണി എടുക്കും. ഈ തവനൂരിൽ പറഞ്ഞ പോലെ ലീഗ് സ്ഥാനാർത്ഥിയാണെങ്കിൽ കുറച്ചുകൂടി നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്നു. കാരണം KT ജലീൽ ജയിച്ചു വരുന്നതൊക്കെ ലീഗിൻ്റെ വോട്ട് കൊണ്ടാണെന്നാണ് അവിടെ തവനൂരിലൊരു ചർച്ചയുള്ളത്. ഇല്ല, മുസ്ലിം ലീഗുകാർ ജലീലിന് വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട വോട്ടുകൾ, അല്ല മുസ്ലിം ലീഗുകാർ അങ്ങനെ ലീഗുകാരായിരിക്കില്ല, ലീഗിന് കിട്ടേണ്ട ചില വോട്ടുകളുണ്ടല്ലോ, അത് ജലീൽ അടർത്തിയെടുത്താണ് ജലീൽ ജയിച്ചു വരുന്നതെന്നുള്ളതാണ്. ഉണ്ടാകാം, പക്ഷെ മുസ്ലിം ലീഗുകാരുടെ വോട്ട് ഉണ്ടാവില്ല. ഏതായിരുന്നാലും അത് പൂർണ്ണമായും പിന്നെ UDFന് തന്നെ കിട്ടുന്ന, തവനൂരാണെങ്കിലും ഒക്കെ UDFന് കിട്ടേണ്ടുന്ന വോട്ടുകൾ UDFന് തന്നെ കിട്ടാൻ എന്ത് ചെയ്യണം എന്നതുകൂടി UDF പരിശോധിക്കും. താനൂരിൽ അങ്ങനെ ഒരു മാറ്റം പ്രതീക്ഷിക്കാവും ഉറപ്പായിട്ടും. എങ്ങനെയാണ് താനൂർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്? താനൂരിൽ സ്വാഭാവികമായിട്ടൊരു കോൺഗ്രസ് നേതാവായിട്ടുള്ള മുൻ കോൺഗ്രസ്സുകാരനായിട്ടുള്ള അബ്ദുറഹിമാനായിരിക്കും അവിടെ മന്ത്രിയാണ്, അദ്ദേഹം തന്നെ ആയിരിക്കുന്നു. കോൺഗ്രസ് വോട്ടുകൾ കൂടി കിട്ടത്തക്ക രീതിയിലൊരു മാറ്റമായിരിക്കും അവിടെ പ്രതീക്ഷിക്കേണ്ടത്. അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുൻ നേതാവാണോ പഴയ നേതാക്കന്മാരാണോ നോക്കിയിട്ട് കോൺഗ്രസ് വോട്ട് ചെയ്യാറില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ EMSനെ കോൺഗ്രസ്സുകാരല്ലേ ജയിപ്പിക്കേണ്ടത്? പഴയ കോൺഗ്രസ്സുകാരനാണ്. AKGയെ ജയിപ്പിക്കേണ്ട കോൺഗ്രസ്സുകാരല്ലേ? അതൊന്നും അവർ ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷേ അവിടെ ഉണ്ടാകുന്ന വ്യക്തിപരമായ കുറേ വോട്ടുകൾ സംഭരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു
അത് ഇത്തവണ ഇല്ലാതിരിക്കാൻ അദ്ദേഹമാണ് അവിടെ സ്ഥാനാർത്ഥിയെങ്കിൽ അതില്ലാതിരിക്കാനുള്ള ശ്രമം UDF ഒറ്റക്കെട്ടായി ചെയ്യും. ഈ മലപ്പുറം ജില്ലയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ സീറ്റ് വളരെ ഉറച്ച സീറ്റാണ് വേങ്ങര. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് മലപ്പുറത്തേക്ക് കുറച്ചുകൂടി സുരക്ഷിത മണ്ഡലത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അത്തരം ചർച്ചകളൊക്കെ തുടങ്ങി കഴിഞ്ഞു. അല്ല, അദ്ദേഹം മാറുമോ മാറില്ല എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. പാർട്ടിയിൽ ആ ചർച്ചകൾ നടന്നിട്ടുമില്ല. പക്ഷെ മാറുകയാണെങ്കിൽ തന്നെ അത് സുരക്ഷിതത്വം പേടിച്ചിട്ടൊന്നുമില്ല. 40,000-45,000 വോട്ടിന് ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ സുരക്ഷിതത്വത്തിന് കുറവൊന്നുമില്ല. പക്ഷെ ഒരു ജില്ലയുടെ ക്യാപിറ്റലിൽ പിന്നെ MLA ആയി വരുന്നത് പലതുകൊണ്ടും അദ്ദേഹത്തിന് കൂടുതൽ ഗുണകരമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വീടും മറ്റ് സംവിധാനങ്ങളൊക്കെ 2 മണ്ഡലത്തിൻ്റെയും ഏതാണ്ട് ബോർഡറിലാണ്. അപ്പം അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. മാറുകയാണെങ്കിൽ മാറണം തീരുമാനിച്ചിട്ടില്ല. ചാനലിൽ നിങ്ങളൊക്കെ പറയുന്ന പോലെ ചാനലുകളിലാണ് ഞാനും കേൾക്കുന്നത്. എത്രത്തോളം ശരിയുണ്ട് ജനറൽ സെക്രട്ടറി കേൾക്കാതിരിക്കാൻ സാധ്യത കുറവാണ്. കേട്ടു, നിങ്ങളൊക്കെ പറയുന്നത് കേട്ടു. ഈ വനിതാ പ്രാതിനിധ്യം കഴിഞ്ഞ തവണ ഒരു വിപ്ലവകരമായ തീരുമാനമായിരുന്നു. നൂറ് ബിനാ റഷീദിന് സൗത്ത് കൊടുത്തു, പക്ഷെ സൗത്ത് നഷ്ടപ്പെട്ടു. ഇത്തവണയും ആ വനിതാ പ്രാതിനിധ്യം ഉണ്ടാവുമോ? ജയിക്കുന്ന സീറ്റിൽ വനിതകളെ മത്സരിപ്പിക്കുമോ? എല്ലാ സീറ്റുകളും ജയിക്കുന്നതാണ് എന്നുള്ള ഞങ്ങളുടെ വിശ്വാസം. എല്ലാ സീറ്റുകളും ജയിക്കണ്ടേ? UDF അതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. എല്ലാ സീറ്റുകളും ജയിക്കണം. തോക്കുന്ന സീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സീറ്റ് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് വനിതാ പ്രാതിനിധ്യം നിശ്ചയമായും ഉണ്ടാവും, സ്ഥാനാർത്ഥികളും ഉണ്ടാവും. മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ടുകൾ തീർച്ചയായിട്ടും ലീഗിന് കിട്ടാറുണ്ട്. പക്ഷേ അവിടെ UDFൻ്റെ മറ്റ് ഘടകകക്ഷികൾ ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെ മത്സരിക്കുമ്പോൾ മുസ്ലിം വോട്ടുകൾ LDFിലേക്ക് പോകുന്നു. നമ്മൾ അങ്ങനെ ഒരു ട്രെൻഡ് 2021 ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടായിരുന്നു പരിശോധിച്ചിട്ടുണ്ടോ? 2021 ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ ഉണ്ടാകാനുള്ള കുറേ കാരണങ്ങളുണ്ട്. ഒന്ന്, LDFൻ്റെ ഒരു പ്രീണന നയം. ഇപ്പോൾ BJPയെ പ്രതിരോധിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള വ്യാപകമായ പ്രചാരവേലകൾ. പശ്ചിമ ബംഗാളിലും അതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ BJPയിലേക്ക് പോയതൊക്കെ ഉയർത്തി കാണിച്ചിട്ട് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള രൂപത്തിലുള്ള പ്രചാരവേല ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ആ വർഗീയത ഉപയോഗിച്ചിട്ടാണ് കഴിഞ്ഞ തവണ LDF മുസ്ലിം വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ സ്വാംശീകരിച്ചത്. പക്ഷേ കഴിഞ്ഞ 5 വർഷം, ഈ 5 വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ യഥാർത്ഥത്തിൽ BJPയേക്കാളും തീവ്ര വർഗീയതയാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ന്യൂനപക്ഷ സമൂഹവും മതനിരപേക്ഷ സമൂഹവും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത്തരം പ്രചാരവേലകൾ നടപ്പാകില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് CPI ഇപ്പോൾ കാർഡ് മാറ്റി കളിക്കുന്നത്. ഇപ്പോൾ തീവ്ര ഹിന്ദുത്വ വർഗീയതയിലേക്കാണ് പോകുന്നത്. അതിൻ്റെ വാർത്തകളാണ്, പ്രസ്താവനകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില ആളുകളെ പ്രചാരകന്മാരായി പിന്നെ തീരുമാനമെടുത്ത് അവരെ രംഗത്തേക്ക് ഇറങ്ങി അവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. UDF അധികാരത്തിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കുമെന്നും മാറാട് കലാപം പോലുള്ള വലിയ കലാപങ്ങൾ ആവർത്തിക്കുമെന്നാണ് കേന്ദ്ര കമ്മിറ്റി അംഗം പറയുന്നത്. അതെ, എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിലെ വോട്ടർമാരെ സമീപിക്കാൻ വർഗീയത മാത്രം പറയാനേ പറ്റൂ എന്നുള്ളിടത്തേക്ക് എത്തിയില്ലേ. ഒരു പാർട്ടിയുടെ ഗതികേട് ആലോചിച്ച് നോക്കി നിങ്ങൾ. EMSും AKGയും കൃഷ്ണപിള്ളയൊക്കെ നയിച്ചൊരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ജനകീയ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സമീപിക്കാൻ സാധിക്കുന്നില്ല. പകരം കേരളീയ സമൂഹം അറക്കുന്ന, വെറുക്കുന്ന വർഗീയതയെ കൂട്ടുപിടിച്ചിട്ട് വോട്ട് നേടാനുള്ള ശ്രമം എത്രമാത്രം CPM അധപതിച്ചു എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. അവരുടെ അവസാനത്തിൻ്റെ ആരംഭം കൂടിയാണ്. വളരെ വ്യക്തമാണ്. അവർക്ക് വേറെ ഒരു പിടിവള്ളി പോലും ഇല്ല. അതുകൊണ്ട് വർഗീയതയെ തരാതരം, നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച 21 തെരഞ്ഞെടുപ്പിൽ ഹൈന്ദവ വർഗീയതയെ എതിർത്ത് മുസ്ലിം ന്യൂനപക്ഷത്തെ കൂട്ടുപിടിക്കാനുള്ള വർഗീയ പ്രേരണം നടത്തി. ഇത്തവണ അതിന് വിലപ്പോകില്ല എന്ന് മനസ്സിലായപ്പോൾ നേരെ മറുകണ്ഠം ചാടിയിട്ട് മറ്റൊരു വർഗീയതയെ താലോലിക്കുന്ന ചുറ്റുപാടുണ്ടാകുന്നു. ഇത് ആ പാർട്ടിയുടെ ഗതികേടാണ്. ആ പാർട്ടിക്ക് ഇനി തിരിച്ചു വരാൻ കഴിയില്ല എന്ന് 100% ഉറപ്പായതിൻ്റെ അടിസ്ഥാനത്തിൽ CPM കാണിക്കുന്ന തറവേലയാണ്. UDFൻ്റെ പ്രചരണ വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്? ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണപരാജയം, നിഖില മേഖലകളിലുമുള്ള ഗവൺമെൻറ്റിൻ്റെ പരാജയം, ജനങ്ങൾ അനുഭവിച്ച ദുസ്സഹമായ ജീവിത സാഹചര്യങ്ങൾ, നികുതി ഭാരം വർദ്ധിപ്പിച്ചത്, ആശ്വാസ നിലപാടുകളും ആനുകൂല്യങ്ങളും ഇല്ലാതാക്കിയത്, വികസനം മുരടിച്ചത്, ഖജനാവ് ധൂർത്തടിച്ച് കാലിയാക്കിയത്, പുറത്തു വരുന്ന എല്ലാ പദ്ധതികളിലും കേൾക്കുന്ന അഴിമതിയുടെ വലിയ കളകൾ,
ദൈവത്തിൻ്റെ സ്വത്ത് പോലും മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ, അത്തരം മോഷണത്തെ പോലും അപലപിക്കാൻ കഴിയാത്ത, ആ മോചനത്തിൽ പ്രതികളായ ആളുകളുടെ പേരിൽ ചെറുവിരലനക്കാനും അത് തെറ്റായിപ്പോയി എന്ന് പോലും പറയാനുള്ള ആർജവമില്ലായ്മ, ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സീറ്റുകൾക്ക്, കൂടുതലായി സീറ്റുകൾക്ക് സ്വാഭാവികമായിട്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പ്രകാരം ലീഗിന് അർഹതയുണ്ട്. അത് ഇത്തവണ കിട്ടുമോ ലീഗിന്? അല്ല, മുസ്ലിം ലീഗിന് അർഹതയുണ്ട് എന്ന് നിങ്ങളൊക്കെ പറയുന്നു, ഞങ്ങളും വിശ്വസിക്കുന്നു, എല്ലാവർക്കും അറിയാം. പക്ഷെ ആ അർഹത പിന്നെ UDF-ൽ ചർച്ച ചെയ്യുമ്പോഴാണ് തീരുമാനമാകുക. അതിനുവേണ്ടി ഒരു തർക്കമോ വിവാദമോ പിന്നെ ശ്രദ്ധയോ ഒന്നും ഉണ്ടാവില്ല. സമാധാനപരമായി സൗഹാർദ്ദമായി ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. തന്നാ വാങ്ങും. അല്ല, UDF-ൽ ആരെങ്കിലും ഒരു കൂട്ടർ കൊടുക്കലും വേറെ ആരെങ്കിലുമൊക്കെ വാങ്ങലും ഇല്ല. പരസ്പരം ചർച്ച ചെയ്ത് ഞങ്ങൾ എടുക്കലാണ്. ഇത്തവണ അങ്ങനെ ഒരു പിടിവാശിയിലേക്ക് പോകണ്ട. കാരണം പറയുന്ന സാമുദായിക സന്തുലിതാവസ്ഥയൊക്കെ വളരെ സെൻസിറ്റീവായി നിൽക്കുന്നതുകൊണ്ട് ഉള്ള സീറ്റിൽ മത്സരിക്കുക, പരമാവധി ജയിക്കുക, അതാണ് തന്ത്രം. അല്ല, ഉള്ള സീറ്റിലാണെങ്കിലും കൂടുതൽ സീറ്റിലാണെങ്കിലും കുറഞ്ഞ സീറ്റിലാണെങ്കിലും ഒക്കെ ജയിക്കാവുന്ന സീറ്റുകൾ വാങ്ങുക, ജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക, കൂടുതൽ MLA-മാരെ UDF-ൻ്റെ ഭാഗത്ത് ട്രഷറി ബെഞ്ചിൽ നിയമസഭയിൽ എത്തിക്കുക. അതാണ് ഞങ്ങളുടെ നയം. അതിനനുസൃതമായ തീരുമാനങ്ങളും നടപടിക്രമങ്ങളും ഉണ്ടാവും. ഇപ്പോൾ തെക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗിന് സീറ്റുകൾ കുറവാണ്. ഇങ്ങനെ പുനലൂർ സീറ്റ് മാത്രമേ ഉള്ളൂ. നേരത്തെ എനിക്ക് തോന്നുന്നു വർക്കലയിൽ മത്സരിച്ചിട്ടുണ്ട്, കഴക്കൂട്ടത്ത് മത്സരിച്ചിട്ടുണ്ട്, അങ്ങനെ പല മണ്ഡലങ്ങളെയും ജയിച്ചിട്ടുണ്ട്. പക്ഷേ തെക്കൻ കേരളത്തിൽ ലീഗിൻ്റെ സ്വാധീനം കുറയുന്നതിനനുസരിച്ച് അവിടെ PDP-യും SDPI പോലുള്ള മറ്റ് ശക്തികൾ, മുസ്ലിം ന്യൂനപക്ഷ പാർട്ടികൾ വളരുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ചുകൂടി ലീഗിൻ്റെ ഒരു കരുത്ത് കാണിക്കാൻ ഒരു സീറ്റ് കൂടി ലീഗിന് അവിടെ തെക്കൻ കേരളത്തിൽ കിട്ടിയാൽ ഗുണം ചെയ്യില്ലേ? അല്ല, ഒരു സീറ്റല്ല, എത്ര സീറ്റ് കിട്ടിയാലും ഗുണമാണ്. പക്ഷേ അതല്ലല്ലോ പ്രശ്നം. നിങ്ങൾ ഈ പറഞ്ഞ പോലെ മറ്റു പാർട്ടികൾ ശക്തി പ്രാപിക്കുന്നുള്ളത് ശരിയല്ല. നേരത്തെ ഉണ്ടായിരുന്നു, ഈ തെരഞ്ഞെടുപ്പോട് കിട്ടിയതൊക്കെ ഇല്ലാതായി. നിങ്ങൾ പറഞ്ഞ ആ പാർട്ടികൾക്കൊക്കെ എണ്ണത്തിൽ വളരെ കുറവ് വന്നു, വളരെ കുറവ് വന്നു. നേരത്തെ കിട്ടിയതിൻ്റെ പകുതി പോലും കിട്ടിയിട്ടില്ല പല പാർട്ടികൾക്കും. ചില പാർട്ടികൾ പറ്റില്ലാതായി. അതൊന്നുമില്ല. പക്ഷേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മത്സരിക്കാൻ ഇത്തവണ 80% ഞങ്ങളുടെ സ്ട്രൈക്ക് റേറ്റ് തെക്കൻ ജില്ലകളിൽ. മുസ്ലിം ലീഗിന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പോലും മത്സരിക്കാൻ മതിയായ അർഹമായ സീറ്റുകൾ ലഭ്യമായിട്ടില്ല. അതുകൂടി കിട്ടിയിരുന്നെങ്കിൽ അവിടെ വിജയ ശതമാനം UDF-ന് വളരെ കൂടുതൽ വർദ്ധിക്കുമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത്തരം സാഹചര്യങ്ങൾ നല്ലതാണ്. ഞങ്ങൾക്ക് ആ ചിന്തയുണ്ട്. UDF-യുമായുള്ള ചർച്ചയിൽ ഞങ്ങളതൊക്കെ പങ്കുവെക്കും. യോജിച്ച് സൗഹാർദ്ദത്തോടു കൂടിയുള്ള തീരുമാനത്തിലെത്തും. കളമശ്ശേരിക്ക് അപ്പുറത്തേക്ക് ഒരു സീറ്റ് കൂടി അല്ലേ? കളമശ്ശേരിക്ക് അപ്പുറത്താണല്ലോ പുനലൂരുള്ളത്. പുനലൂർ ഒരു സീറ്റ് കൂടി, അതാ ഞാൻ എൻ്റെ വാക്ക് കൃത്യമാണ്, ഒരു സീറ്റ് കൂടി. ഒരു സീറ്റ് കൂടി നിർത്തണ്ട. എത്രത്തോളം മത്സരിക്കാൻ കഴിയുമോ അത്രത്തോളം മത്സരിപ്പിക്കാം. പക്ഷെ അത് പിടിച്ചു വാങ്ങലോ തർക്കിച്ചു വാങ്ങലോ ഒന്നുമല്ല. മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാവുക എന്ന് പറയുന്നത് സമസ്തയുടെ വിള്ളലാണ്. സമസ്തയുടെ വോട്ട് ബാങ്കിൽ ഉണ്ടാകുന്ന ഒരു വിള്ളലാണ് പ്രധാനമായിട്ട്. അത് പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത്ര കണ്ടില്ല. ആ വെല്ലുവിളി അതിജീവിച്ചു എന്ന് തോന്നുന്നുണ്ട്. ശരി ഇല്ല, അങ്ങനെയല്ല. സമസ്ത മറ്റു മതസംഘടനകളെ പോലെ തന്നെ ഒരു മതസംഘടനയാണ്. മുസ്ലിം ലീഗ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഇതും രണ്ടും തമ്മിൽ ഭിന്നിപ്പോ തർക്കമൊന്നും ഉണ്ടാകേണ്ട ഒരു ആവശ്യമില്ല. മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്ക് വളരെ ടൈറ്റാണ്. അത് പിന്നെ ആദ്യം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും മറ്റു ഉപതെരഞ്ഞെടുപ്പിലും കാണാമെന്ന് പറഞ്ഞു, കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കാണാമെന്ന് പറഞ്ഞു, കണ്ടു. ഇപ്പോൾ തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പിൽ കാണാമെന്ന് പറഞ്ഞു, കണ്ടു. എല്ലായിടത്തും മുസ്ലിം ലീഗ് എന്താണ് എന്ന് മുസ്ലിം ലീഗ് കാണിച്ചു കൊടുത്തു. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ, അത് സംസ്ഥയിലുള്ള പ്രവർത്തകരുണ്ടാവും, മുജാഹിദിലുള്ള പ്രവർത്തകരുണ്ടാവും. എല്ലാ മതസംഘടനക്കാരും മുസ്ലിം ലീഗിൽ ഒരുമിച്ച് നിൽക്കുകയാണ്. അതിൽ അഭിപ്രായ വ്യത്യാസവും തർക്കമോ ഒന്നുമില്ല. താങ്കളെ മാറ്റണം എന്നൊക്കെ സമസ്തയുടെ ഒരു വിഭാഗം പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു. താങ്കൾ എവിടെയും മത്സരിച്ചാലും അത്തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? മണ്ണാർക്കാട് ശംസുദ്ദീന് പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. അതിനൊക്കെ കാലം മറുപടി കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് റിസൾട്ടുകളും വോട്ടിൻ്റെ കണക്കുമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഏതായിരുന്നാലും അതൊന്നും ഒരു തർക്ക വിഷയമല്ല. മുസ്ലിം ലീഗ് എന്ന പൊളിറ്റിക്കൽ പാർട്ടി, UDF എന്ന മുന്നണി, ഇതിൻ്റെ രണ്ടിൻ്റെയും ആവശ്യകതയും അനിവാര്യതയും അവരുടെ നിലപാടുകളും സാധാരണ വോട്ടർമാർക്ക് വ്യക്തമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വോട്ട് കിട്ടും. നല്ല ഭൂരിപക്ഷത്തിന് അധികാരത്തിൽ വരും. വേങ്ങരയാണോ തിരൂരങ്ങാടിയാണോ താങ്കൾക്ക് കൂടുതൽ ജയസാധ്യതയുള്ള മണ്ഡലം? 140 മണ്ഡലത്തിൽ എവിടെ മുസ്ലിം ലീഗ് മത്സരിക്കാൻ പറഞ്ഞാലും അവിടെ സുരക്ഷിതമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു.